ഈ പുതിയ അമ്മമാരൊക്കെ നേരിടുന്നൊരു വെല്ലുവിളികളാണ്. ഇവരുടെ ചുറ്റും കുറേ ആൾക്കാരുണ്ടാവും അനാവശ്യമായ ഉപദേശങ്ങളായിട്ട്. അതായത് ഞാൻ കണ്ണനെ കുഞ്ഞായിരുന്ന സമയത്ത് കണ്ണനെ ഞാൻ ഫീഡ് ചെയ്തിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഫീഡ് ചെയ്താൽ മാത്രം പോരാ, ഫോർമുല മിൽക്ക് നമുക്ക് കലക്കി കൊടുക്കാം. പക്ഷെ എൻ്റെ കുട്ടി അത് കുടിച്ചില്ല. എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞൊരു 3 മാസമായപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് കുറുക്ക് കൊടുക്കാം, കാരണം പാല് കുടിച്ച് കൊച്ചിൻ്റെ വിശപ്പ് മാറൂല. പക്ഷെ അതും ഞാൻ ചെയ്തില്ല. അവൻ 6 മാസം കഴിഞ്ഞ് ഞാൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇവൻ പാല് കുടിക്കുന്നതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇവൻ്റെ പാല് കുടി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ആയപ്പോൾ എന്നോട് പറഞ്ഞു ഇവൻ ഒറ്റയ്ക്ക് തന്നെ വാരി തിന്നുന്നതുകൊണ്ട് ഇവനൊന്നും ശരീരത്തിൽ കിട്ടൂല, അമ്മമാർ തന്നെ വാരി കൊടുക്കണമെന്ന്. പിന്നെ ഒറ്റയ്ക്ക് വാരി തിന്നുന്ന എൻ്റെ കൊച്ചിനെ തല്ലിയും വഴക്കുറഞ്ഞും ബഹളം വെച്ചും ഒച്ചപ്പാടുണ്ടാക്കിയൊക്കെ ഞാൻ വാരി കൊടുക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ കൊച്ചിന് 5.5 വയസ്സായി. എൻ്റെ കൊച്ചി ഇപ്പോഴും സ്വന്തമായിട്ട് വാരി തിന്നാറില്ല. അത് ഞാൻ തന്നെ എത്തിച്ചൊരു ഇതാണ്. അതുകൊണ്ട് ഇതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പീലിയുടെ കാര്യത്തിൽ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കണ്ണൻ ഇപ്പോഴും സ്കൂളിൽ നിന്ന് ഫുഡ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് പണ്ടേ ഇവന് വാരി തീറ്റിപ്പിച്ച് പഠിപ്പിച്ചാൽ മതിയായിരുന്നു, അതൊന്നും കേൾക്കണ്ടായിരുന്നു. നമ്മൾ കുട്ടികളെ വാത്സല്യം കൊടുക്കാം, പാമ്പർ ചെയ്യാം, പക്ഷെ അതൊരിക്കലും അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിട്ടാവരുത്. അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, അല്ലാതെ അതിൽ നിന്നും വിലക്കിയിട്ടുള്ള ഉപദേശങ്ങളൊന്നും നമ്മൾ കേൾക്കേണ്ടതില്ല. അപ്പോൾ പുതിയ അമ്മമാർ ഇതൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക, കേൾക്കാത്ത പോലെ ഇരിക്കുക.